RCC നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരെ ഗുരുതരമായ കണ്ടെത്തൽ. നിയമന പ്രക്രിയയിൽ ബന്ധു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കണമെന്ന് RCC ചട്ടം കാറ്റിൽ പറത്തി. അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി. ശ്രീലേഖ ആറിനെതിരെ നടപടി ഉണ്ടായേക്കും. റാങ്ക് പട്ടികയും റദ്ദാക്കാൻ സാധ്യതയുണ്ട്. 24 ബിഗ് ഇംപാക്ട്. സഹോദരിയുടെ മകൾക്കും അടുത്ത ബന്ധുവിനുമാണ് ആദ്യത്തെ 2 റാങ്കുകൾ നൽകി ഈ പറഞ്ഞ ചീഫ് നഴ്സിംഗ് ഓഫീസർ സഹായിച്ചത്. RCC സ്റ്റാഫ് നഴ്സ് നിയമനത്തിൽ ക്രമക്കേട് കണ്ടെത്തി ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗീതാലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നടന്ന RCCയുടെ അന്വേഷണത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരെ ഗുരുതര കണ്ടെത്തൽ. RCC നിയമനച്ചട്ടം ചീഫ് നഴ്സിംഗ് ഓഫീസർ അട്ടിമറിച്ചു. നിയമന പ്രക്രിയയിൽ ബന്ധു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്കണമെന്ന RCC ചട്ടം വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള ചീഫ് നഴ്സിംഗ് ഓഫീസർ പാലിച്ചില്ല. 2012 സമാന പരാതിയും നടപടിയും ഉണ്ടായിട്ടുണ്ടെന്നിരിക്കെ വിഷയത്തിന്റെ ഗൗരവം കൃത്യമായി അറിയുന്ന ഉദ്യോഗസ്ഥയാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ. എന്നിട്ടും സമാന കുറ്റം വീണ്ടും ആവർത്തിച്ചു. സഹോദരിയുടെ മകൾക്കും അടുത്ത ബന്ധുവിനും ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിന് വഴിവിട്ട് സഹായം ചെയ്തു. 1-2 റാങ്ക് നേടിയവർക്ക് ലഭിച്ചത് 75 മാർക്കിലധികം. 3ാം റാങ്ക് മുതൽ ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 50-ൽ താഴെ മാർക്ക് മാത്രം. സഹായം ലഭിക്കാതെ ഇത് സാധിക്കില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്റ്റാഫ് നഴ്സ് നിയമന പ്രക്രിയയിൽ ആദ്യ അവസാനം വരെ ഇടപെട്ട് ബന്ധു നിയമനം നടത്തിയെന്ന പരാതിയിൽ RCC ചീഫ് നഴ്സിംഗ് ഓഫീസർക്കെതിരെ നടപടിക്കും ശുപാർശ ചെയ്യുന്നു അന്വേഷണ റിപ്പോർട്ട്. അന്വേഷണ റിപ്പോർട്ട് RCC ഡയറക്ടർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് കൈമാറി. നിലവിൽ സസ്പെൻഷനിൽ തുടരുന്ന ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരെ തുടർ നടപടി ഉണ്ടായേക്കും. വിവാദമായ റാങ്കു പട്ടിക റദ്ദു ചെയ്യും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.